ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് കുറച്ച് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്. എന്താ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ ചെയ്യാം, ഓർ രാത്രി ചെയ്യാം, അല്ല പിന്നെ നാളെ സ്കൂളിൽ പോയി ചെയ്യാം. സ്കൂളിലെത്തിയാലും നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്റ്റക്കാവും. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പീരീഡ് കഴിയും, സെക്കൻഡ് പീരീഡ് കഴിയും. അപ്പോൾ വിചാരിക്കും ഇൻ്റർവെല്ലിന് ചെയ്യാം. ഇൻ്റർവെല്ലായി കഴിഞ്ഞാലോ നമ്മളവിടെ കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ കഥ പറഞ്ഞിരിക്കുമ്പോൾ തേർഡ് പീരീഡ് ആവും, ടീച്ചർ വരും, നമ്മൾ ഹോംവർക്ക് ബാക്കി തന്നെയാണ്. ഇതാണ് നമുക്കിടയിൽ മിക്കപ്പോഴും നടക്കുന്നത്. അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ഹോംവർക്ക് എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് ബാക്കി ഏത് കാര്യമായാലും. ജസ്റ്റ് നമ്മൾ ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കാര്യം ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആവുന്നത്. സൈമൺ സൈനക് എന്ന് പറയുന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്, നമ്മൾ ഒരു ദിവസം കൊണ്ട് ജിമ്മിൽ പോയാൽ ഒരു മാറ്റവും സംഭവിക്കില്ല. മറിച്ച് ജിമ്മിൽ പോകുന്നത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാകുമ്പോഴാണ് നമുക്ക് മാറ്റങ്ങൾ വരുന്നത്. നമുക്ക് എപ്പോഴും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യം ചെയ്യാനാണ് താല്പര്യം. ഫോർ എക്സാമ്പിൾ ഫുഡ് കഴിക്കുക. കഴിച്ച ഉടനെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നുണ്ട്, അതുപോലെ തന്നെ റിസൾട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാത്തത്. ലോങ് ടൈമാണ് റിസൾട്ട് എങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് കീപ്പ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ എൻഡ് റിസൾട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളെ എനിക്ക് എന്ത് ചെയ്യും, വീഡിയോ ഇടാനുള്ള ടെൻഡൻസി കൂടും. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റായി വീഡിയോ ഇടാനുള്ള ഒരു എനർജിയും എനിക്കുണ്ടാവും. അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യവും. നമുക്ക് ജസ്റ്റ് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. നമ്മൾ ലക്ഷ്യമുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു കാർ ഓടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് കാർ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും നമ്മൾ ആ സ്റ്റിയറിങ്, അതായത് നമ്മൾ കയ്യിലുള്ള ആ കാറ് ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായി കാറ് കൊണ്ടുപോകുന്നത് നമുക്കൊരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. ഏതൊരു കാര്യത്തിനും ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എക്സ്ക്യൂസസ് നമുക്ക് തന്നെ കൊടുക്കാതിരിക്കുക. അതായത് ഇപ്പോൾ ഇന്ന് ഞാനൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ട്, അതിപ്പോൾ നാളെ ചെയ്യാം, അല്ലെങ്കിൽ ആ കാര്യം ഇപ്പോൾ ഇന്നെ കൊണ്ട് തന്നെ പറ്റില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ വേറൊരു റീസണായിട്ട് നമ്മളെ മുമ്പിൽ വരും, നാളെയും നമ്മൾ എക്സ്ക്യൂസസ് കൊടുക്കും. ഇങ്ങനെ എക്സ്ക്യൂസസ് കൊടുക്കും തോറും നമ്മുടെ ലൈഫിൽ, അതായത് ഡിസിപ്ലിൻ്റെ കുറവുണ്ടാവും. അതുപോലെ തന്നെ നമ്മളെ വിൽ പവർ, ചെയ്യാനായിട്ടുള്ള ഒരു വിൽ പവർ ഉണ്ടല്ലോ, അതും കുറഞ്ഞുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. സോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്ന് ഉദ്ദേശിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സ്ക്യൂസസ് കൊടുക്കാതിരിക്കുക. ഇത്രയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്.